ഹലോ ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള ലെവൽസ് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ലെവൽസിൽ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അപ്പം ആ ഒരു ഏരിയയിലുള്ള പ്രൈസിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവലായിരുന്നു 24,090 മുതൽ 24,120 ഏരിയ. അതുപോലെ തന്നെ 24,000 മുതൽ 24,020 ഏരിയ എന്നുള്ള സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പം ആ ഒരു ഏരിയയിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കറക്റ്റായിട്ട് തന്നെ മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് അവിടെ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് അതുപോലെ ഞാൻ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തതും ഈ ഒരു ലെവലായിരുന്നു. 24,155 ഏരിയയാണ്. അപ്പം ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻ, നല്ലൊരു സ്ട്രോങ് ബയേഴ്സൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തതാണ്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ടിൽ ചെറിയൊരു റിജക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തത്. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് 150 ലെവലിന് മുകളിൽ ക്രോസ് ചെയ്ത ഒരു അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ എനിക്കൊന്ന് കുറേ ആളുകൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സഡനായിട്ട് ഈ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി. പക്ഷേ പ്രോഫിറ്റ് ഇവിടെ നമ്മൾ ലോസ് ബുക്ക് ചെയ്താലും സഡനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എന്താണ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ക്രോസ് ചെയ്ത് നന്നായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 246 ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 24,246 മുതൽ 24,260 ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ലെവലിന് മുകളിലായിട്ട് നാളെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സഡനായിട്ടുള്ള ഒരു അപ്പ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 24,300 ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ 24,300 ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഇപ്പോൾ ഇവിടെ പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി എടുത്തേ നമ്മൾ ട്രാപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ പ്രൈസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ കാണുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഡൗൺ മൂവ് എക്സ്പെക്ട് ചെയ്യാം. ഒരു പി സൈഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ആ ഒരു ഏരിയയിലുള്ള പ്രൈസ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് 24,300 ഏരിയയിൽ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല വോളിയത്തിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 24,350. പ്രീവിയസ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ഒരു ഗ്യാപ്പ് ഏരിയയാണ്. ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,382 ലെവൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇനിയിപ്പം ഒരു പി സൈഡ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൻ്റെ താഴെ മാത്രമാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി. 24,080 ലെവലിൻ്റെ താഴെയായിട്ട് ഒരു പി സൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 24,000 എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഈ ലെവൽസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.